കുഷ്ഠരോഗി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്കിൽ നാം കാണുന്ന കുഷ്ഠരോഗി ദൈവത്തിൻ്റെ മനസ്സ് കണ്ട് ദൈവത്തെ ഇഷ്ടപ്പെട്ട കുഷ്ഠരോഗി. ദൈവത്തിൻ്റെ മനസ്സ് കണ്ടതുകൊണ്ട് സൗഖ്യമാക്കപ്പെട്ട കുഷ്ഠരോഗി. ഈ ലോകത്തിലുള്ള എല്ലാ രോഗികൾക്കും ഉത്തമമായ ഒരു മാതൃക. തൻ്റെ രോഗം സൗഖ്യപ്പെടുവാനുള്ള മന്ത്രം ദൈവത്തിൻ്റെ മനസ്സ് കാണുക. രോഗശൈലിയിലായി കിടക്കുന്ന രോഗികളാകട്ടെ, ആരോഗ്യമുള്ളവരായി കാണപ്പെടുന്ന രോഗികളാകട്ടെ, ഏതവസ്ഥയിൽ കഴിയുന്ന രോഗികളുമാകട്ടെ, അവർക്ക് ദൈവത്തിൻ്റെ മനസ്സ് കാണുവാൻ കഴിയില്ലേ? ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന രോഗികളെ നിങ്ങളുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തും. അതിനാണ് ദൈവം നിങ്ങൾക്ക് മനസ്സ് തന്നിരിക്കുക. നടക്കുവാനോ എഴുന്നേൽക്കുവാനോ ഇരിക്കുവാനോ വയ്യാത്ത അവസരത്തിൽ ദൈവത്തിങ്കിലേക്ക് ഓടിയെത്തുവാനാണ് അവിടെ നിങ്ങൾക്ക് മനസ്സ് തന്നിരിക്കുക. ആ മനസ്സ് എത്രയോ വേഗമാണ് യാത്ര ചെയ്യുന്നത്. ഒരു നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാൻ കഴിയും. ഇതാ മനസ്സ് അത്രമാത്രം വേഗത്തിലാണല്ലോ യാത്രയാകുന്നത്. സ്വർഗത്തിലേക്കോ ദൈവത്തിൻ്റെ അരികിലേക്കോ ഓടിയെത്തുവാൻ മനസ്സിന് അരനിമിഷം മതിയല്ലോ. അരനിമിഷം കൊണ്ട് മനസ്സ് വെച്ചാൽ നമുക്ക് നന്നാകുവാൻ കഴിയുമല്ലോ. ഇത് ഈശോ ഈ ലോകത്തിലൂടെ ആ കാര്യമാണ് പഠിപ്പിച്ചുകൊണ്ട് കടന്നു പോവുക. അതിന് അവിടുന്ന് കൂട്ടുപിടിച്ച വ്യക്തിയാണ് കുഷ്ഠരോഗി. മനസ്സ് വെച്ചപ്പോൾ ആ കുഷ്ഠരോഗിക്ക് ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തിൻ്റെ മനസ്സോട് ചേർക്കുവാൻ ആ കുഷ്ഠരോഗിക്ക് തൻ്റെ മനസ്സിലൂടെ കഴിഞ്ഞു. ദൈവത്തിൻ്റെ മനസ്സോട് തൻ്റെ മനസ്സ് ചേർത്ത് വയ്ക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ ആ കുഷ്ഠരോഗിക്ക് കഴിഞ്ഞു. അവിടെ അദ്ദേഹം സൗഖ്യപ്പെടുകയാണ്. ഇതാ ദൈവത്തെ വിളിക്കുന്ന, ദൈവം എൻ്റെ വിളി കേൾക്കും, എൻ്റെ മനസ്സറിയും എന്നുള്ളതാണ് അവൻ്റെ കുഷ്ഠരോഗത്തിന് അവന് ദൈവം നൽകിയ ഔഷധം അതായിരുന്നു. അല്ലെങ്കിൽ അവൻ കണ്ടെത്തിയ ഔഷധം അതായിരുന്നു. പ്രിയമുള്ള രോഗികളെ, നാം ഓരോരുത്തരും രോഗികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. രോഗികളാകുക എന്നുള്ളത് ഒരു വലിയ വിളിയായി തന്നെ നമ്മൾ കാണണം. കാരണം ഏത് അവസ്ഥയിലും ഏത് അവസരത്തിലും എപ്പോൾ വേണമെങ്കിലും രോഗം നമ്മുടെ കൂടെ ഉണ്ടാവാം. എപ്പോൾ വേണമെങ്കിലും രോഗം നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് ഒരു വിളിയായി തന്നെ നമ്മൾ ഇന്ന് കണ്ടേ മതിയാകും. ഏറെ രോഗികൾ ദുഃഖിതരാകുന്നത് കൊണ്ടും ഏറെ രോഗികൾ പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിയേ മതിയാകും. രോഗത്തെ ഭയപ്പെടാതെ, രോഗത്തെ ശത്രുവായി കാണാതെ, രോഗത്തെ ശത്രുവായി കരുതാതെ ജീവിക്കണമെങ്കിൽ നമുക്ക് അതേ മാർഗമുള്ളൂ. രോഗം ദൈവം നമുക്ക് തരുന്ന ഒരു ശത്രുതയല്ല, ദൈവം നമുക്ക് തരുന്ന ഒരു ശിക്ഷയല്ല. മറിച്ച് ദൈവത്തിൻ്റെ മനസ്സ് കാണുവാനായിട്ട് അവിടുന്ന് നൽകുന്ന ഒരു അവസരമായി നമുക്ക് അതിനെ കാണുവാനായിട്ട് കഴിയണം. ഇതാ കുഷ്ഠരോഗി നമ്മെ പഠിപ്പിക്കുന്ന, ഈ ലോകത്തിൽ ഇന്ന് ഏറെ ദുരിതം അനുഭവിക്കുന്ന, ഏറെ ശങ്ക അനുഭവിക്കുന്ന, നാം ഓരോരുത്തരും ഉത്കണ്ഠയോടുകൂടി നോക്കുന്ന ഒരു കാര്യമാണല്ലോ രോഗം വരുമോ, എനിക്ക് രോഗം വരുമോ, എനിക്ക് രോഗം പിടിപെടുമോ എന്നൊക്കെയുള്ള ഉത്കണ്ഠ നമുക്ക് എല്ലാവർക്കും ഇല്ലേ? നാം എന്തിനാണ് രോഗത്തെ ഭയപ്പെടുക? ഇതാ ആ കുഷ്ഠരോഗിയെ പോലെ ദൈവത്തിൻ്റെ മനസ്സ് കാണാം, ദൈവത്തിൻ്റെ മനസ്സിലുള്ള സൗഖ്യം നമുക്ക് സ്വന്തമാക്കാം, സ്വസ്ഥമായി നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് പ്രിയമുള്ള രോഗികളെ, ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുഷ്ഠരോഗിയെ പോലെ രോഗത്തെ ഭയപ്പെടാതെ രോഗത്തിൻ്റെ സൗഖ്യം ഉറക്കെ പ്രഘോഷിക്കുവാൻ കഴിയും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ രോഗത്തിൽ നിന്നും അതിൻ്റെ ശാന്തി കിട്ടുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലൂടെ ദൈവത്തിന് ഊർജ്ജസ്വലമായിട്ട് സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. അതിനാണല്ലോ ഈശോ അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തിയത്, അനേകം രോഗികളെ സുഖമാക്കിയത്. അതിനു വേണ്ടിയിട്ടാണ്. അവരെല്ലാവരും ദൈവത്തിൻ്റെ ശിഷ്യന്മാരായി പ്രവർത്തിക്കണം, ശിഷ്യന്മാരായി ഈ ലോകത്തിൽ ജോലി ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം ദൈവത്തിന് ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിന് രോഗത്തെക്കുറിച്ചുള്ള
അതാണ് ദൈവം ഈ ലോകത്തിന് നൽകുന്ന വലിയ ഒരു അനുഗ്രഹം. ദൈവം ഈ ലോകത്തിന് നൽകുന്ന വലിയ ഒരു സന്തോഷം അതാണല്ലോ. എൻ്റെ പ്രിയമുള്ള രോഗികളെ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചേർന്നുകൊണ്ട് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മനസ്സ് കാണുവാൻ നമുക്ക് ഇന്നു മുതൽ പരിശ്രമിക്കാം. ഇന്നു മുതൽ നമുക്ക് രോഗത്തെ പുതിയ ഒരു കാഴ്ചപ്പാടിൽ കാണുവാൻ, പുതിയ ഒരു വെളിപാടിൽ നമുക്ക് രോഗത്തെ കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രോഗത്തിൻ്റെ സൗഖ്യം നമുക്കിത് അവിടുന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു.